നമസ്കാരം. അമേരിക്കയുടെ ഇറാൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സ്ഥിരീകരിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് അയത്തുള്ള അലി ഖമേനി ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത്. അയത്തുള്ള അലി ഖമേനി എവിടെയോ ബങ്കറിനുള്ളിൽ ഇപ്പോഴും പേടിച്ച് ഒളിച്ചിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് വളരെ കൃത്യമായി വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇന്നലെ നടന്നത്. 1979 മുതൽ എല്ലാ വർഷവും ഫെബ്രുവരി 8-ാം തീയതി അവിടുത്തെ എയർഫോഴ്സ് കമാൻഡർമാർ വലിയൊരു ആഘോഷ ചടങ്ങ് സംഘടിപ്പിക്കാറുണ്ട്. ഇത് പഴയൊരു സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ്. 1979 ഫെബ്രുവരി 8-ാം തീയതി അന്നത്തെ ഷാ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനും അയത്തുള്ള അലി ഖമേനിയുടെ മുൻഗാമിയായ റുഹുള്ള ഖമേനിയെ അവരോധിക്കുന്നതിനുമായി ഇറാൻ എയർഫോഴ്സിലെ ഒരു സംഘം കമാൻഡർമാർ യോഗം ചേരുകയും അവർ പൂർണ്ണ പിന്തുണ റുഹുള്ള ഖമേനിക്ക് പ്രഖ്യാപിക്കുകയും ചെയ്ത ദിവസമാണിത്. തുറന്നു കിടന്ന അട്ടിമറിയിൽ ഇറാനിലെ ഷായ്ക്ക് നാട് വിട്ട് പോകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ വിദേശത്തുള്ള റൈസ പഹലവി. അന്ന് മുതൽ ഇന്നോളം ഈ ഒരു പരിപാടിയുടെ വാർഷികം വലിയ നിറപ്പകട്ടാർന്ന ചടങ്ങോട് കൂടിയാണ് എയർഫോഴ്സ് ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥന്മാർ ആഘോഷിക്കാറുള്ളത്. 1980കളുടെ അവസാനം അയത്തുള്ള അലി ഖമേനി ഇറാൻ്റെ പരമോന്നത നേതാവായി മാറിയതിന് ശേഷം എല്ലാ വർഷവും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുമായിരുന്നു. 1989 മുതൽ ഒരിക്കലും മുടക്കമില്ലാതെ തുടരുന്ന ഒരു പരിപാടിയായിരുന്നു ഇത്. ഖമേനിക്ക് മറ്റെന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുമായിരുന്നു. എന്തിന്, കോവിഡ് കാലത്ത് പോലും ആളുകൾ പുറത്തിറങ്ങാൻ പഠിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ പോലും അയത്തുള്ള അലി ഖമേനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എയർഫോഴ്സ് ആസ്ഥാനത്ത് നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. പക്ഷേ ഇന്നലെ നടന്ന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഒടുവിൽ ലഭിക്കുന്ന വാർത്ത. ഇതിൻ്റെ കാരണം ഖമേനിയുടെ ഭയം തന്നെയാണ്. ഖമേനിയും ചുറ്റുമുള്ളവരൊക്കെ തന്നെ വല്ലാതെ ഭയപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അമേരിക്ക ഏത് സമയത്താണ് ആക്രമണം നടത്തുന്നത് എന്നുള്ള കാര്യം അവർക്കറിയില്ല. അമേരിക്കയുടെ പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് അയത്തുള്ള അലി ഖമേനി തന്നെയാണ് എന്നവർക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇതിനിടയിൽ ഖമേനിയും മക്കളുമൊക്കെ കോടിക്കണക്കിന്, അതായത് ആയിരക്കണക്കിന് കോടി ഡോളറിൻ്റെ സ്വത്തുക്കൾ വിദേശത്തേക്ക് കടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇവർ റഷ്യയിലേക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും നിലവിലെ സാഹചര്യങ്ങളിൽ ഖമേനിക്ക് ഒരിക്കലും വിമാനമാർഗ്ഗമോ അതിൽ കടൽ മാർഗ്ഗമോ ഒന്നും തന്നെ ഇറാനിൽ നിന്നും മറ്റു രാജ്യത്തേക്ക് അല്ലെങ്കിൽ റഷ്യയിലേക്കൊന്നും പോകാനുള്ള അവസ്ഥയല്ല ഉള്ളത്. അമേരിക്ക എല്ലായിടത്തും അവിടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട എല്ലാ യുദ്ധക്കപ്പലുകളും ഇപ്പോൾ ഇറാൻ്റെ തീരത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് USS എബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ് ഈ കപ്പലിന് നേർക്ക് ഇറാൻ അയച്ച ഒരു ഡ്രോൺ ഈ കപ്പലിൽ നിന്ന് പറന്നുയർന്ന ഒരു വിമാനം, ഒരു യുദ്ധവിമാനം തകർത്ത് തരിപ്പണമാക്കുന്നത്. ഏതായാലും ഖമേനിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭയന്ന് തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് 37 വർഷമായി കൃത്യമായി പങ്കെടുത്തുകൊണ്ടിരുന്ന ഈ ചടങ്ങിന് ഇത്തവണ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളത്. ഡൊണാൾഡ് ട്രംപ് പലതവണ ഇറാനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടാതെ നേരത്തെ അവരുടെ വ്യോമ ശൃംഖലയും അതുപോലെ അവരുടെ കപ്പലുകളും എല്ലാം തന്നെ അറബിക്കടലിലൂടെ കടന്നു പോകുന്നത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നേരത്തെ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അയത്തുള്ള അലി ഖമേനിക്ക് ഒരു കാര്യം മനസ്സിലായി, തങ്ങൾ വളയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ. അമേരിക്ക ആക്രമിക്കാൻ എത്തിയാൽ ഇസ്രായേലും അവർക്കൊപ്പം ചേരും. ഇസ്രായേലിനെ അങ്ങോട്ട് തിരിച്ചടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കാരണം ഇസ്രായേൽ തീരത്തും അമേരിക്ക അവരുടെ യുദ്ധക്കപ്പലുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് ആക്രമണം നടത്തുകയാണെങ്കിൽ ഇരട്ടി അടി തിരിച്ചിങ്ങോട്ട് ഇറാനിലേക്ക് അവർ നടത്തും എന്നുള്ളതും അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അയത്തുള്ള അലി ഖമേനി ഒളിച്ചിരിക്കുന്നത് ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. വാർദ്ധക്യവും രോഗങ്ങളുമൊക്കെ തന്നെ അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. തൻ്റെ പിൻഗാമിയെപ്പോലും പ്രഖ്യാപിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. അദ്ദേഹത്തിൻ്റെ മക്കൾക്കിടയിൽ ആരാണ് പിൻഗാമി ആകണം എന്നുള്ളത് സംബന്ധിച്ച് തർക്കമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ മക്കളെല്ലാവരും തന്നെ ആയിരക്കണക്കിന് കോടി ഡോളർ വിദേശ രാജ്യങ്ങളിൽ സമ്പാദിച്ചു കൂട്ടിയതിൻ്റെ അവരുടെ സ്വത്തുക്കളുടെയൊക്കെ തന്നെ കണക്ക് പുറത്തു വന്നിരുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അവർക്ക് ഇയാളുടെ പിൻഗാമിയാകാൻ കഴിയുമോ എന്നുള്ള സംശയമാണ്. എന്നും തങ്ങൾ ലളിത ജീവിതമാണ് നയിക്കുന്നതെന്ന് ഖമേനി കുടുംബം അവകാശപ്പെടുമ്പോൾ അങ്ങനെ അല്ല, അവർ അത്യാഡംബര ജീവിതം നയിക്കുന്നു, വിദേശ രാജ്യങ്ങളുടെ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്ത ആധികാരികമായ തെളിവ് സഹിതം പുറത്തു വന്ന സാഹചര്യത്തിൽ ഇറാനിലെ ജനങ്ങൾക്ക് മുന്നിലും അവർ ആകെ ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യം പരമാവധി ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഖമേനി പേടിച്ച് ഈ യോഗത്തിന് വരാതിരുന്നത് എന്ന് വേണം കരുതാൻ. കാരണം ലോകത്തെ എല്ലാവർക്കും അവനവൻ്റെ ജീവനിൽ കൊതിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഖമേനിയും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇത്തവണ മടിച്ചത്.